ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ബൈബിളിന്റെ അന്തസത്ത ഉൾക്കൊള്ളാതെ ക്രിസ്തുമത വിശ്വാസികൾക്ക് മുന്നോട്ട് പോവാനാവില്ലെന്ന് പാലക്കാട് അതിരൂപത. ബൈബിളിനെ ആഴത്തിൽ അറിയാൻ ശ്രമിച്ചവരെ അനുമോദിക്കാനായി ബിബ്ലിയ മെഗാഗെറ്റ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 2800ഓളം പേരാണ് പാലക്കാട് രൂപതയ്ക്ക് കീഴിൽ ബൈബിൾ പകർത്തിയെഴുത്ത് നടത്തിയത്. ഇതിൽ നിന്നും തെരഞ്ഞെടുത്ത 550 പേർ സംഗമത്തിൽ പങ്കെടുക്കും. വികാരി ജനറൽ ജിജോ ചാലക്കൽ, ഫാദർ ജെയിംസ് ചക്യത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ പാലക്കാട് രൂപത ചെറിയ കുറച്ച് ക്രിസ്ത്യൻസ് ഉള്ള ഒരു രൂപതയാണ് പാലക്കാട്. പക്ഷേ ഏത് മത്സരത്തിനും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പാലക്കാട് രൂപത അതിൻ്റെ തനിമയോടുകൂടെ തിരിച്ചു വരുന്നവർ എന്ന് പറയാൻ ഈ ബൈബിൾ റൈറ്റിങ്സ് ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ബൈബിൾ റൈറ്റിങ്സ് തുടങ്ങിയത്. ഏകദേശം 35 രൂപതയിലുള്ളവർ അതിൽ പങ്കെടുത്തു. എന്നാൽ 20% അതിൻ്റെ ഫസ്റ്റ് പ്രൈസുകളെല്ലാം വാങ്ങിക്കൂട്ടിയത് പാലക്കാട് രൂപതയാണ്. ഈ മെഗാ ക്വിസ് അല്ലെങ്കിൽ ലോഗോസിന് മത്സരങ്ങൾ വരുമ്പോഴും നമ്മളെപ്പോഴും ഫൈനൽ റൗണ്ടിൽ എത്തുന്ന ഒരു ഇടമാണ് പാലക്കാട് രൂപത. അപ്പോൾ ഇത്രയുമാണ് ആമുഖമായിട്ട് എനിക്ക് പറയുവാനുള്ളത്. ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ചെറിയ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ട്. അതിനകത്ത് എന്തിനാണ് ഈ മെഗാ ഗെറ്റ് ടുഗദർ സംഘടിപ്പിച്ചിരിക്കുന്നത്? ഇവിടെ ഏകദേശം 2800 പേര് കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് ബൈബിൾ എഴുതി. എനിക്കത് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല വലിപ്പമുള്ള വലിയ അക്ഷരത്തിൽ എന്ന് പറയുന്നത് വലിയൊരു എഴുതി തീർക്കുക എന്ന് പറയാൻ എളുപ്പമല്ല. ഒരു വർഷം കൊണ്ടാണ് ഈ പഴയ നിയമം മുഴുവൻ എഴുതി തീർത്തത്. കഴിഞ്ഞ വർഷം എഴുതി തീർത്തത് പുതിയ നിയമമാണ്. അപ്പം അത്രമാത്രം ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നത്. 2800 പേര് ബൈബിൾ എഴുതി എന്ന് പറയുന്നത് ചിന്തിക്കുക. അപ്പം അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏകദേശം 550 പേരെയാണ് നാളെ ഈ ബിബ്ലിയ മെഗാ ഗെറ്റ് 2026 ഞങ്ങൾ ക്ഷണിച്ചിരിക്കുക. നമുക്ക് നേതൃത്വം കൊടുക്കുന്നത് പീറ്റർ കൊച്ചുപുരിക്കൽ പിതാവാണ്. ഞങ്ങളൊക്കെ പീറ്റർ കൊച്ചുപുരിക്കൽ പിതാവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. നാളെ 2 മണിക്ക് 1:30 രജിസ്ട്രേഷൻ, 2 മണിക്ക് പ്രോഗ്രാം ആരംഭിക്കും. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.